ഫ്രണ്ട്സ്, പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ മിനിസ്ട്രീസിലേക്കും അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റിലേക്കും വിവിധ ഓർഗനൈസേഷനിലേക്കുള്ള വേക്കൻസിയാണ്, പെർമനന്റ് വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ +2 വെച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസി ഉണ്ട്. ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി വെച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസി ഉണ്ട്. ഇനി PG വെച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസി, അങ്ങനെ വിവിധ കാറ്റഗറിയിലുള്ള ക്വാളിഫിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസി ഇവിടെ കാണാം. 3003ഓളം വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലൊക്കെ വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെ അപേക്ഷ നൽകണം, എങ്ങനെയാണ് ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് ഒക്കെ അറിയുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പല കാറ്റഗറി വേക്കൻസികൾ അല്ലെങ്കിൽ പോസ്റ്റുകളാണ്. ഇപ്പോൾ ലബോറട്ടറി അസിസ്റ്റന്റ്, അക്കൗണ്ടന്റ്, ജൂനിയർ കെമിസ്റ്റ്, അങ്ങനെ പല കാറ്റഗറി നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ സ്റ്റാഫ് കാർ ഡ്രൈവർ അതുപോലെ ഫാർമസിസ്റ്റ് കം ക്ലർക്ക്, ഫീൽഡ് മാൻ, സ്റ്റോർ കീപ്പർ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാറ്റഗറി. അതായത് നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റിലേക്ക് MTS ഒക്കെ വിളിച്ചിട്ടുണ്ട്. വിവിധ ഡിപ്പാർട്ട്മെന്റിലേക്കും വിവിധ മിനിസ്ട്രീസിലേക്കും മന്ത്രാലയങ്ങളിലേക്കും അതുപോലെ തന്നെ വിവിധ ഓർഗനൈസേഷനിലേക്കൊക്കെ ഉള്ള വേക്കൻസികളാണ്. 3000 മുകളിൽ വേക്കൻസി ഉണ്ട്. ഏകദേശം വേക്കൻസിയാണ്. വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. നമ്മുടെ കേരളത്തിലും നിശ്ചിതമായുള്ള വേക്കൻസികൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ SSCയുടേതാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്, നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യണം, അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എങ്ങനെ നമുക്ക് വേക്കൻസി കണ്ടെത്താം, നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വേക്കൻസിയിലേക്ക് എത്രത്തോളം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഒന്നിലധികം അപേക്ഷ കൊടുക്കാൻ പറ്റുമോ, നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. കാരണം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ തന്നെ 100 പേജിന് മുകളിലുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് റീഡ് ചെയ്യുന്നതിലുപരി അതിലെ വ്യക്തമായുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം വീഡിയോയിൽ ടോപ്പിക്കിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നിങ്ങളുടെ അപേക്ഷ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് അപേക്ഷ കൊടുക്കുമ്പോൾ തെറ്റുകൾ വന്നു പോയാൽ പിന്നെ നമ്മൾ എക്സാം ഒക്കെ എഴുതി പിന്നീട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ സമയത്താണ് നമുക്ക് ആ പ്രശ്നങ്ങൾ മനസ്സിലാകുക. അപ്പോഴേക്കും നമ്മുടെ കാൻഡിഡേറ്റ് റിജക്റ്റ് ആയി പോകും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ റീസെൻ്റായി ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കാണാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. പിന്നെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് ചെയ്യുന്നുണ്ട്, മെമ്പർഷിപ്പ് എടുത്തവർക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അത്തരം വീഡിയോസും കാണാവുന്നതാണ്. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഇപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പേജ് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഫേസ് 14 ആണ് വിളിച്ചിരിക്കുന്നത് SSCയുടെ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 13/4/2026 മുതൽ 4/5/2026, അത് മെയ് 4 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏപ്രിൽ 13 മുതൽ മെയ് 4 വരെയാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. മെയ് 4 എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപേക്ഷ ഫീ അടയ്ക്കേണ്ട അവസാന തീയതി 5 ആണ്. മെയ് 5 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. പിന്നെ നമ്മുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയാൽ അത് തിരുത്താനുള്ള അവസരമുണ്ട്. അത് 11/5 മുതൽ നിങ്ങൾക്ക് 13/5 വരെയാണ് സമയം തന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫൈനോട് കൂടിയിട്ട് നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ട് തിരുത്താൻ പറ്റും. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നടക്കാനുള്ള ഏകദേശം ടൈമാണ് ഇവിടെ പറയുന്നത്. ജൂൺ 2026 ആയിരിക്കും. അപ്പോൾ SSCയുടെ പഠിക്കാൻ പറ്റുന്ന ബുക്കൊക്കെ നിങ്ങൾ ജസ്റ്റ് ഇവിടെ പ്രൊഡക്റ്റിൽ ഇതിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് വാങ്ങാവുന്നതാണ്. അപ്പോൾ ജൂണിൽ നമുക്ക് എക്സാം ഉണ്ടാവും എന്നതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, മാക്സിമം അറിയാത്തവരൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പല കാറ്റഗറി പോസ്റ്റുകളാണ്. അപ്പോൾ ഓരോന്നിനും വ്യത്യാസമുണ്ട്. 18, 25 ഉണ്ട്, 27 വരുന്നുണ്ട്, 28 വരുന്നുണ്ട്, 30 ഏജ് ലിമിറ്റ് വരുന്നുണ്ട്, 35, 25, അങ്ങനെ പല കാറ്റഗറി ഉണ്ട്. അതെല്ലാം ഓരോന്ന് ഞാൻ കാണിക്കുക, എങ്ങനെയാണ് നമ്മൾ ഏജ് ലിമിറ്റ് നോക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. SC ആണെങ്കിൽ 5 വർഷം, OBCക്ക് 3 വർഷം, PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 10 മുതൽ 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. പിന്നെ എക്സ് സർവീസ്മെൻ, വിഡോസ്, ഡിവോഴ്സ്ഡ് ആയുള്ള വനിതകൾക്കും അങ്ങനെയുള്ളവർക്കൊക്കെ എന്താണ് ഏജ് റിലാക്സേഷൻ കാര്യങ്ങൾ, നിയമാനുസൃതമായുള്ള ഏജ് റിലാക്സേഷൻ കാര്യങ്ങളുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ ഇതിലേക്കുള്ള ഓരോന്നിൻ്റെയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ ഞാൻ പറയാം. അതിന് മുൻപ് കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ബാക്കി നമ്മൾ എങ്ങനെയാണ് ഓരോന്നിൻ്റെയും പോസ്റ്റ് നോക്കുക, നമുക്ക് ക്വാളിഫിക്കേഷൻ നോക്കുക, എല്ലാം ഞാൻ കറക്റ്റായിട്ട് കാണിക്കാം കേട്ടോ. പിന്നെ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആധാർ ബേസ്ഡ് ഓതൻറ്റിക്കേഷൻ ഓപ്റ്റ് ചെയ്തിട്ട് ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് അപ്ലൈ ചെയ്യുക. കാരണം നമ്മുടെ ആധാറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് ആ രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ഓൺലൈൻ അപേക്ഷയുടെ ഭാഗമായിട്ട് നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ച പിക്ചർ വേണ്ട, അതായത് ലൈവായിട്ട് ഫോട്ടോ എടുക്കാണ് വേണ്ടത്. ലൈവായിട്ട് ഫോട്ടോ എടുക്കുക പറഞ്ഞാൽ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ ലൈവായിട്ട് ഫോട്ടോ എടുത്തിട്ട് അതിൽ ക്യാപ്ചർ ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ സമയത്ത് എന്തെങ്കിലും ക്ലാരിറ്റി കുറവോ എന്തെങ്കിലും ഫോട്ടോയിൽ വന്നു കഴിഞ്ഞാൽ നോർമൽ കേസിൽ അത് റിജക്റ്റ് ആവാറാണ് പതിവ്. പക്ഷേ ആധാർ ബേസ്ഡ് ഓതൻറ്റിക്കേഷൻ എനേബിൾ ചെയ്ത് ആ രീതിയിലാണ് നിങ്ങൾ അപേക്ഷ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ അപേക്ഷ റിജക്റ്റ് ആവില്ല. ഈവൻ നിങ്ങളുടെ ഫോട്ടോ സിഗ്നേച്ചറിലൊക്കെ എന്തെങ്കിലും ക്ലാരിറ്റി വന്നാലോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു മാനദണ്ഡം നിങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിലോ നിങ്ങളുടെ അപേക്ഷ അവിടെ റിജക്റ്റ് ആവില്ല. അതല്ലാത്ത ആധാർ ബേസ്ഡ് ഓതൻറ്റിക്കേഷൻ ആ രീതിയിലല്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആധാർ ഡീറ്റെയിൽസ് കൊടുക്കാതെയും ചെയ്യാം. അങ്ങനെ കൊടുക്കാതെ ചെയ്താലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഫോട്ടോ എടുക്കുന്നതിൽ എന്തെങ്കിലും അപാകതകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അപേക്ഷ പെട്ടെന്ന് റിജക്റ്റ് ആവും. എനിക്ക് സിഗ്നേച്ചർ അപ്ലോഡ്
ചെയ്യണം. അതിലെന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് നമ്മുടെ അപേക്ഷ റിജക്റ്റ് ആകാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ അതല്ല നിങ്ങൾ ആധാർ ബേസ്ഡ് ഓതൻറ്റിക്കേഷൻ നടത്തിയ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അങ്ങനെ വെച്ചിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ അപേക്ഷ എന്തില്ല, ഈവൻ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഫോട്ടോ സിഗ്നേച്ചറിലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ പോലും നമ്മുടെ അപേക്ഷ അവിടെ റിജക്റ്റ് ആവില്ല. ഓക്കെ, പിന്നെ എക്സാം ഹാളിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ വേറെ ID പ്രൂഫിൻ്റെ ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് എന്താണ് അത് എക്സാം ഹാളിലേക്കുള്ള എൻട്രി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ആധാർ ബേസ്ഡ് ഓതൻറ്റിക്കേഷൻ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. അതിനാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നതും. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ച ഫോട്ടോഗ്രാഫിൻ്റെ ആവശ്യമില്ല. നമ്മൾ ലൈവായിട്ടൊരു ഫോട്ടോ ക്യാപ്ചർ ചെയ്ത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാണ് വേണ്ടത്. അത് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. ആവശ്യത്തിന് നല്ല ലൈറ്റൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാകുന്ന ആ രീതിയിൽ നമ്മൾ ഫോട്ടോ എടുക്കുക, നമ്മൾ ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ SSCയുടെ ഒരു ആൻഡ്രോയിഡ് ആപ്പൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ആൻഡ്രോയിഡോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഐഫോൺ ആണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് എന്താണ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന ആപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, നിങ്ങളുടെ അപേക്ഷ അതിലൂടെയും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അല്ലെങ്കിൽ ഈ പറയുന്ന ഇതാണ് അതിൻ്റെ ഹോം പേജ്. ഈ പോർട്ടൽ വഴി നമുക്ക് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ കാണിക്കാം. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്കൊരു ഓവൽ ഷേപ്പിലൊരു റൗണ്ടായിട്ട് മീൻസ് ഒരു എന്താണ് ഫ്രെയിം കൂടെ കാണും. അപ്പോൾ അതിൽ നമ്മുടെ ഫേസൊക്കെ കറക്റ്റ് വെച്ച് ഭയങ്കര ക്ലോസ് ആകാനും പാടില്ല, ഭയങ്കര എന്താണ് അകലെ ആകാനും പാടില്ല. ആ രീതിയിൽ നമ്മുടെ ഫേസ് വെച്ചിട്ട് വേണം നമ്മൾ ഫോട്ടോ ക്യാപ്ചർ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതൊക്കെ കറക്റ്റ് ആവണം. അപ്പോൾ നിങ്ങൾ ആധാർ ബേസ്ഡ് ഓതൻറ്റിക്കേഷൻ നടത്തിയാൽ ഈവൻ എന്തെങ്കിലും ചെറിയ മൈനർ പ്രശ്നങ്ങളൊക്കെ ആയി നമ്മുടെ അപേക്ഷ റിജക്റ്റ് ആവുന്നതിന് പകരം ആ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. ഫോട്ടോ സിഗ്നേച്ചറിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ അപേക്ഷയെ ബാധിക്കില്ല. അതുകൊണ്ട് ആധാർ ബേസ്ഡ് ഓതൻറ്റിക്കേഷൻ നിങ്ങൾ മാക്സിമം ചെയ്യുക. മാക്സിമം തന്നെ ഫോട്ടോയും നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ സിഗ്നേച്ചർ ആണെങ്കിൽ 10 to 20 GB ഫയൽ സൈസിൻ്റെ ഇടയിലായിരിക്കണം. 6 സെൻറ്റിമീറ്റർ മുതൽ 2 സെൻറ്റിമീറ്ററുള്ള ഡയമെൻഷനിലായിരിക്കണം. പിന്നെ അപേക്ഷാ ഫീസ് 100 രൂപയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അതുപോലെ SC/ST കാൻഡിഡേറ്റ്സ് PWBD എക്സ് സർവീസ്മെനൊന്നും യാതൊരു ഫീസും കൊടുക്കേണ്ട, അവർക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അപേക്ഷ കറക്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു സമയമുണ്ട്. ഞാൻ പറഞ്ഞു വീഡിയോയുടെ തുടക്കത്തിൽ. അന്ന് ഫസ്റ്റ് കറക്ഷൻ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ 200 രൂപ കൊടുക്കണം. വീണ്ടും കറക്റ്റ് ചെയ്യണമെങ്കിൽ സെക്കൻഡ് ടൈം ആണെങ്കിൽ 500 രൂപ ഫൈനായിട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇത്രയും സെൻറ്ററുകളുണ്ട് കൂടെ കാണാൻ പറ്റും. ഓക്കെ, വിവിധ ജില്ലകളിലായിട്ട് നമുക്ക് എക്സാം സെൻറ്റർ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇതിലേക്ക് എക്സാം സ്കീമാണ്. ഈ എക്സാം സ്കീം പറയുന്നതിന് മുൻപ് ഞാൻ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാവുന്ന ലിങ്ക് ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തെങ്കിൽ SSC സെലക്ഷൻ പോസ്റ്റ് ഇവിടെ കാണാൻ നിങ്ങൾക്ക് phase 14 റിക്രൂട്ട്മെൻറ്റ് 2026 ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ അയക്കേണ്ട ഇതിലൊക്കെ ഫോളോ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യേണ്ട ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇവിടെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട ലിങ്കുകളും കാര്യങ്ങളും ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കാണാം. ഇവിടെ കണ്ട നോട്ടിഫിക്കേഷൻ, അതിൽ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ SSCയുടെ പോർട്ടലിലേക്ക് പോകും. അതുപോലെ അതിൽ താഴെ ഇവിടെ കാണാം SSC വേക്കൻസി ഡീറ്റെയിൽസ്. ഈ SSC വേക്കൻസി ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, SSC വേക്കൻസി ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പേജിലേക്ക് വരും. കണ്ടോ, പോസ്റ്റ് ഡീറ്റെയിൽസ് ആണ് കേട്ടതാ. നിങ്ങൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക വെച്ചാൽ സെലക്ട് എക്സാമിനേഷൻ. ഈ സെലക്ട് എക്സാമിനേഷനിൽ ഏറ്റവും താഴോട്ട് നിൽക്കുക. phase 14 കാണാൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. phase 14 2026 സെലക്ഷൻ പോസ്റ്റ് എന്ന് പറഞ്ഞ ഇവിടെ കാണാൻ നിങ്ങൾക്ക്. അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് റീജിയൻ. ഇപ്പോൾ നമുക്ക് സദേൺ റീജിയൻ, നമുക്ക് ഏത് റീജിയൻ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഇപ്പോൾ കേരളം ഉൾപ്പെടുന്നത് സദേൺ റീജിയൻ ആണ്. അപ്പോൾ സദേൺ റീജിയനിലെ വേക്കൻസിയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ സദേൺ റീജിയനിൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം സെർച്ച് എന്നുള്ള ബട്ടൺ കൊടുക്കാം. അങ്ങനെ സെർച്ച് എന്ന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ടോ ഇവിടെ ഈ പറയുന്ന പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇവിടെ കാണാം നിങ്ങൾക്ക് സദേൺ റീജിയൻ, ജൂനിയർ എഞ്ചിനീയർ, പേ ലെവൽ കാണാം. ഓക്കെ, ഇനി അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അങ്ങനെ ഓരോ നഴ്സിംഗ് ഓഫീസർ, ഫാം അസിസ്റ്റൻറ്റ്, ലൈബ്രറി അറ്റൻഡൻറ്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ടെക്നിക്കൽ സൂപ്രണ്ടൻറ്റ്, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് കാറ്റഗറി പോസ്റ്റ് ഉണ്ട്. ഓക്കെ, ലബോറട്ടറി ടെക്നീഷ്യന്, സീനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, ഓക്കെ, അതുപോലെ ലോ ഡിവിഷൻ ക്ലർക്ക്. എന്നതിന് ശേഷം നമ്മളിതാ നമ്പർ നെക്സ്റ്റ് എന്നുള്ള ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പോൾ അടുത്ത പേജിലേക്ക് പോകും. അവിടെ അടുത്ത ക്ലർക്ക്, അതുപോലെ നിങ്ങൾക്കൂടെ കാണാൻ ലബോറട്ടറി അറ്റൻഡൻറ്റ്, അതുപോലെ തന്നെ ക്യാൻറ്റീൻ അറ്റൻഡൻറ്റ്, നഴ്സിംഗ് ഓർഡർലി, സ്റ്റാഫ് കാർ ഡ്രൈവർ. ഇതിനടുത്ത് വീണ്ടും നെക്സ്റ്റ് അടിച്ചാൽ അടുത്ത പേജിലേക്ക് പോകും, ഫിറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. ഓരോ പോസ്റ്റിലേക്ക് എത്ര പോസ്റ്റിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിവിടെ ഫയർമാൻ വിവിധ കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ ഉണ്ട്, അതുപോലെ തന്നെ 3 കാറ്റഗറിയാണ്. 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ. അങ്ങനെ 3 കാറ്റഗറിയിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട്, അതായത് നിങ്ങൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓരോ കാറ്റഗറിക്ക് ഓരോ രീതിയിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഫയർമാൻ ഉണ്ട്, അങ്ങനെ പലതുണ്ട്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഫയർമാൻ ആണെങ്കിൽ ഞാനിതോടെ ഒരു ഐ ബട്ടൺ കാണാം നിങ്ങൾക്ക്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടോ, നിങ്ങൾ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഫയർമാൻ എവിടെയാണ് ഇനീഷ്യൽ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ്, നമുക്ക് എവിടേക്കാണ് ഇതിൻ്റെ വേക്കൻസി. തമിഴ്നാട് ഉണ്ട്, അതുപോലെ ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാളൊക്കെയാണ് ഇതിൻ്റെ വേക്കൻസി വന്നിരിക്കുന്നത്. താഴോട്ട് നിൽക്കുക. ഇവിടെയാണ് ക്വാളിഫിക്കേഷൻ. 10ാം ക്ലാസ് ആണ് മിനിമം വേണ്ട യോഗ്യത.
ഓക്കെ, അപ്പോൾ 10ാം ക്ലാസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് യോഗ്യത. ഇതിൻ്റെ ലെവൽ ഓഫ് എക്സാമിനേഷൻ ആണ് 10th കേട്ടോ. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ 10th പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സ്വിമ്മിങ് നോളജും മസ്റ്റായിട്ടും അറിയണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്താണ് പ്രീസി ട്രെയിനിങ് കോഴ്സ്, ഓക്കെ, അതും പാടുണ്ടായിരിക്കണം, അതിൻ്റെ സർട്ടിഫിക്കറ്റും പാടുണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിലേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ 10th ലെവൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം അതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ അതാണ്. പക്ഷേ അതിൽ കൂടെ ചില സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കണം, നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് കേട്ടോ. ഓക്കെ, അതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണെന്നൊക്കെ അറിയാം. പേ സ്കെയിൽ ഇവിടെ കാണാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് ഇവിടെ കാണാം. ഫുൾ ഡീറ്റെയിൽസ് മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ കാറ്റഗറി വൈസ് വേക്കൻസി ഇവിടെ കാണാം. ടോട്ടൽ 2 വേക്കൻസിയാണ് അതിൽ ഒരു വേക്കൻസി SCക്കും ഒരു വേക്കൻസി ജനറലും ആണ്. അപ്പോൾ ജനറൽ എന്ന് പറയുമ്പോൾ ഏത് കാറ്റഗറിയിലുള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, മറ്റു അഡീഷണൽ റിമാർക്സും കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് നോക്കണം, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു, അങ്ങനെ അടുത്തത് ജസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഏത് പോസ്റ്റിനും നമുക്ക് അങ്ങനെ കാണാം. അപ്പോൾ ലോ അഡീഷൻ ക്ലർക്ക് LDC നമ്മൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിതാ ഇതും 10th ലെവലാണ് എക്സാമിനേഷൻ വരുന്നത്. 10ാം ക്ലാസ് ആണ് യോഗ്യത വേണ്ടത്. ടൈപ്പിംഗ് സ്പീഡ് വേണം 30 വേർഡ് പെർ മിനിറ്റ് ഇംഗ്ലീഷിലോ, അതല്ലെങ്കിൽ ഹിന്ദിയിലാണെങ്കിൽ 25. രണ്ടും വേണ്ട, ഏതെങ്കിലും ഒന്ന് മതി, ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ മതി. അപ്പോൾ ആ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും, ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ജസ്റ്റ് 10ാം ക്ലാസ് വെച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ 30 വേർഡ് പെർ മിനിറ്റ് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അല്ലാതെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എക്സാം എഴുതിയിട്ട് അതിൻ്റെ ടൈപ്പിംഗ് ടെസ്റ്റിൽ നമ്മൾ ഫെയിലായി പോകും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്ലൈ ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇതിൻ്റെ ഇനീഷ്യൽ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് ഇവിടെ ഉണ്ടാവും. തമിഴ്നാട്, തെലുങ്കാന. അതുപോലെ എനിക്ക് കേരളത്തിൻ്റെ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ നമുക്ക് നോക്കാം. കേരളത്തിൻ്റെ ഉണ്ടാവും. ഇതിപ്പോൾ ഇതൊക്കെ തമിഴ്നാട്, തെലുങ്കാനയാണ്. എഞ്ചിനീയർ ഇതിലേക്ക് നമുക്ക് +2 പാസ്സായിരിക്കണം. പ്ലസ് എന്ത് വേണം, 2nd ക്ലാസ് എഞ്ചിൻ ഡ്രൈവർ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ, അങ്ങനെ ഓരോന്നും നോക്കണം. ഇനി അതല്ലെങ്കിൽ മർച്ചൻ്റ് ഷിപ്പിംഗ് ആക്ട് മീൻസ് ഈ പറയുന്ന വെസൽ ആക്ട് അല്ലെങ്കിൽ മർച്ചൻ്റ് ഷിപ്പ് ആക്ടിങ് പ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം കേട്ടോ. സ്വിമ്മിങ് നോളജ് ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് എടുത്ത് നോക്കാം. പിന്നെ നമ്മൾ ഫാർമസിസ്റ്റ് കം ക്ലർക്ക്, ഇതിൻ്റെ ഇനീഷ്യൽ പോസ്റ്റിംഗ് എവിടെയാണ്, ചെന്നൈ, തമിഴ്നാടാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിൻ്റെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഞാൻ ജസ്റ്റ് നോക്കിയിട്ടില്ല, ഞാനിപ്പോഴാണ് നോക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്ന സമയത്ത് ജൂനിയർ എഞ്ചിനീയർ നമുക്ക് തമിഴ്നാട്, ആന്ധ്രാപ്രദേശാണ് വരുന്നത്. പിന്നെ അടുത്തത് ഇതൊക്കെ തമിഴ്നാടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ബാക്കിയുള്ളവർക്കും പാടെ യൂസ് ആകും. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ ഹൈദരാബാദ്, തെലുങ്കാന ഒക്കെയാണ് കാണുന്നത്. യെസ്, ഇതൊക്കെ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. കേരളത്തിലുണ്ടാവും കേട്ടോ, ഇതിലേതെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സദേൺ ഭാഗത്താണ്, സദേൺ റീജിയൻ. ഇപ്പോൾ അതല്ല, നിങ്ങൾക്ക് നോർത്തേൺ റീജിയൻ കൂടുതൽ വേക്കൻസി. ഇപ്പോൾ ഇവിടെ സദേൺ റീജിയനിൽ നമ്മൾ കൊടുത്തത് മാറിട്ടോ. ഇവിടെ സദേൺ റീജിയനിൽ ടോട്ടൽ വരുന്ന അല്ലാത്ത നമുക്കിവിടെ കേരള, കർണാടക ഉണ്ട് കേട്ടോ. അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. കേരള അവിടെ കാണാം നിങ്ങൾക്ക്. കർണാടക, കേരള റീജിയൻ, KKR റീജിയൻ ആട്ടോ നമ്മളത് വരിക. ഓക്കെ, അതാണ് കൊടുക്കേണ്ടത്. നമ്മൾ കൊടുത്തത് മാറിയത് KKR റീജിയനാണ്. അതിൽ സെർച്ച് ചെയ്യാം. ഇതിൽ നമുക്കുണ്ടാവുക, ഇതിൽ നമുക്കിതാ ഇപ്പം ഞാൻ ലബോറട്ടറി അസിസ്റ്റൻ്റ് നോക്കാം. ഓക്കെ, ഇതാണ്ടോ കോഴിക്കോടാണ്. ഓക്കെ, ഓൾ ഇന്ത്യ സർവീസാണ്. എവിടെയാണെങ്കിലും നമ്മൾ പിന്നീട് പോസ്റ്റ് ചെയ്യാം. ഇനീഷ്യൽ പോസ്റ്റിംഗ് കോഴിക്കോടാണ്. പിന്നെ അടുത്തത് ഇൻസെക്റ്റ് കളക്ടർ, അതിൻ്റെ നമുക്ക് എവിടെയാണ്, കോഴിക്കോട് തന്നെയാണ് ഇത് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ഏതാണ്, ഇവിടെ നോക്കാം നമുക്ക്. ഇതിലേതൊക്കെ ഉണ്ട്. ഓക്കെ, എവിടെയെങ്കിലും ഇതാ ബാംഗ്ലൂരുണ്ട്. പിന്നെ ഇതാണ് ഡൽഹി, ഇതൊക്കെയാണ് വരുന്നത് അല്ലേ. TVM തിരുവനന്തപുരം ഉണ്ട് കേട്ടോ. ഓക്കെ, അതാണ് KKR റീജിയൻ നോക്കാം കേട്ടോ. ഞാൻ സദേൺ അങ്ങനെ എടുത്തു പോയതാണ്. പിന്നെ ഇത് ഡൽഹി വിത്ത് ഓൾ ഇന്ത്യ ആണ് വരുന്നത്. പിന്നെ ഓരോന്നും നിങ്ങൾ നോക്കുക, ഇങ്ങനെ നോക്കിയാൽ മതി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് വീഡിയോ മുഴുവൻ കാണുക. അതിന് ശേഷം നമ്മുടെ ഇവിടെ വന്നിട്ട് SSC വാക്കൻസി ഡീറ്റെയിൽസ് പോവുക. ഈ വാക്കൻസി ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മൾ കാണിച്ച ഈ രീതിയിലേക്ക് വരും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക. ഒന്നുകൂടെ ഞാൻ പറയാം കേട്ടോ. ഇത് സെലക്ട് ചെയ്യുക, എന്നിട്ട് KKR റീജിയൻ കൊടുക്കുക, പിന്നെ സദേൺ റീജിയൻ കൊടുക്കുക. അങ്ങനെ ഓരോന്നും കൊടുത്ത് നിങ്ങൾ നോക്കുക ഓരോ പോസ്റ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ പോസ്റ്റിൻ്റെ പേര് കണ്ടാൽ തന്നെ നമുക്ക് അറിയാലോ. ഓക്കെ, പിന്നെ നമ്മുടെ ഇതിലുണ്ട്, അഡ്വർടൈസ്മെൻറ്റിലുണ്ട്, അത് ഞാൻ കാണിക്കാം. അതും പാടെ വെച്ചിട്ട് നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് ഏതൊക്കെയാണ് ഞാൻ നോക്കേണ്ടത് തീരുമാനിച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇനി നമ്മൾ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്നും വന്നിട്ട് നോക്കണം. കാരണം എനിക്ക് എല്ലാം പറയാമെന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലല്ലോ.
ഓക്കെ, കാരണം വീഡിയോയുടെ ലെങ്ത് വളരെ കൂടുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തന്നിരിക്കുന്ന നമ്പറിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത കാര്യം നമുക്ക് നോക്കാം, സ്കീം ഓഫ് എക്സാമിനേഷൻ ആണ്. ഇതിൽ 3 സെപ്പറേറ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് ഉണ്ടാവുക. കാരണം 3 സെപ്പറേറ്റ് എക്സാം ഉണ്ടാകാൻ കാരണം 3 ലെവൽ ഓഫ് എക്സാമിനേഷൻ ആണ്. അതായത് ആദ്യം നമുക്ക് പറഞ്ഞു 10th ലെവൽ വരുന്നുണ്ട്. ഓക്കെ, 10th ലെവലിനെ വെച്ചിട്ട് കുറേ പോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഹയർ സെക്കൻഡറി അതായത് +2 ലെവൽ വെച്ചിട്ട് വരുന്നുണ്ട് കുറേ പോസ്റ്റ്. +2 ആണ് അതിൻ്റെ അടിസ്ഥാന യോഗ്യത. പിന്നെ ബാക്കി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ ഡിഗ്രി അല്ലെങ്കിൽ അതിൻ്റെ ഹയർ ക്വാളിഫിക്കേഷൻ വരുന്ന പോസ്റ്റുകളുണ്ട്. അപ്പോൾ അത് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ. അങ്ങനെ 10th 12th അതുപോലെ ഡിഗ്രി ലെവൽ, ഈ 3 ലെവൽ എക്സാമിനേഷനാണ് നടക്കുക. ഓക്കെ, അപ്പോൾ 10th നമ്മളിവിടെ ഇപ്പം പോസ്റ്റ് നോക്കൂലേ. ഫോർ എക്സാമ്പിൾ സൂപ്പർവൈസർ എടുക്കുക ഞാൻ. ഇപ്പോൾ ഇവിടെ കണ്ട നിങ്ങൾക്ക് ലെവൽ ഓഫ് എക്സാമിനേഷൻ ഗ്രാജുവേഷൻ ആണ്, ഗ്രാജുവേഷൻ ആൻഡ് എബോ. അപ്പോൾ ഇതിൻ്റെ ലെവൽ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിഗ്രിയാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചുള്ള പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സാം ലെവൽ ഗ്രാജുവേഷൻ ആണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 3 കാറ്റഗറി. അതുപോലെ 10th വെച്ചുള്ളത് 10th ലെവലായിരിക്കും. 12th ആണ് നിങ്ങളുടെ അടിസ്ഥാന യോഗ്യത വെച്ച് അപ്ലൈ ആണെങ്കിൽ +2 എക്സാമിനേഷൻ ആയിരിക്കും. അപ്പോൾ അതിൽ ഈ പറയുന്ന ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതിൻ്റെ നമ്പർ ഓഫ് മാർക്കും വെയിറ്റ്, ക്വസ്റ്റ്യൻ നമ്പറൊക്കെ ഇതിൽ കാണാം. നെഗറ്റീവ് മാർക്ക് തെറ്റായി പോയാൽ 0.50 മാർക്ക് നെഗറ്റീവായിട്ട് പിടിക്കും. പിന്നെ ഇതിൻ്റെ സിലബസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 10th ക്ലാസ് ലെവൽ എക്സാം എഴുതുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ സിലബസ് പ്രിപ്പയർ ചെയ്യണം നിങ്ങൾ. ഇനി ഹയർ സെക്കൻഡറി ലെവലാണെങ്കിൽ ഒന്നുകൂടെ കുറച്ചുകൂടെ ലെവൽ കൂട്ടിയുള്ളതാണ്. ദെൻ ഗ്രാജുവേഷൻ ലെവലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലെവലാണ് വരിക. 3ൻ്റെ ഏകദേശം സിലബസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ കുറച്ച് താഴോട്ട് വരണം. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാം. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക്. അപ്പോൾ ഈ 3 ലെവൽ കാറ്റഗറി ഉണ്ടല്ലോ. അപ്പോൾ 10th 12th ചിലർക്ക് 10th ക്ലാസ് ഡിഗ്രി ഉള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവർക്ക് 10th ലെവൽ എക്സാമിനേഷൻ എഴുതാം. അതുപോലെ 12th ലെവൽ എക്സാമിനേഷൻ എഴുതാം, ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ എഴുതാം. 3 കാറ്റഗറി പോസ്റ്റിന് അവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ 25ാമത്തെ പേജ് മുതൽ അതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും പാടെ നിങ്ങൾ എന്ത് ചെയ്യുക, റെഫറൻസിനായിട്ട് യൂസ് ചെയ്യുക. അതിൽ ഏജ് ലിമിറ്റ്, അതിൻ്റെ എക്സാം ലെവലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സാം ലെവൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും എന്നുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ ചില ടെക്നിക്കൽ പോസ്റ്റൊക്കെ ആണെങ്കിൽ എക്സ്ട്രാ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ CR എന്നൊക്കെ പറയുന്നത് അതിൻ്റെ സോണിൻ്റെ കോഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കേരള ആണെങ്കിൽ നിങ്ങൾ KKR നോക്കിയാൽ മതി. ഓക്കെ, താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ അതുണ്ട് KKR കണ്ടോ, അതൊക്കെ KKR ആണ് വരിക. ഓക്കെ, അപ്പം നിങ്ങളങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ട് നമുക്ക് പറയാൻ ഉള്ളൊരിതില്ല. കാരണം ഒരുപാട് കാറ്റഗറി പോസ്റ്റ് ആണല്ലോ, നമ്മൾ പറഞ്ഞാൽ നമുക്ക് തീരില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഓരോന്നായിട്ട് സ്പെസിഫിക് ആയിട്ട് പറയാത്തത്. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നോക്കുക, ഓരോ പോസ്റ്റും നോക്കുക. ഇവിടെ വന്നിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാം. നിങ്ങൾക്ക് ഏത് റീജിയനാണോ താല്പര്യം ആ റീജിയനിലുള്ളത് ഇങ്ങനെ നോക്കിയിട്ട് അതെന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പോസ്റ്റ് കാറ്റഗറി നമ്പർ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് പിന്നെ അത് സെർച്ച് ചെയ്താൽ മതി. ഇവിടെ സെർച്ച് ഓപ്ഷനൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെ കാറ്റഗറി ഇതിൽ നിന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്യുക. അങ്ങനെ കണ്ടെത്താം പെട്ടെന്ന് തന്നെ ആ പോസ്റ്റിലേക്ക് പോകണമെങ്കിൽ. ഇനി അതല്ല ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ പോസ്റ്റ് നെയിമോ അല്ലെങ്കിൽ ഈ പോസ്റ്റ് കോഡോ ജസ്റ്റ് വേണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഞാനിത് കോപ്പി ചെയ്ത് വെക്കാം, അതിലിട്ട് വെക്കാം. ഈ സെർച്ചിലിട്ടാൽ നമുക്ക് വർക്കാവുമോ നോക്കാം. ജസ്റ്റ് കണ്ടോ, ഇവിടെ അത് മാത്രം വന്നു. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. കാരണം കുറേ പോസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഏതിനൊക്കെ ഞാൻ കൊടുക്കണം, അതിൻ്റെ പ്രിഫറൻസ് എങ്ങനെ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കും. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയുള്ള പോസ്റ്റ് നോക്കിയിട്ട് അതിൻ്റെ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇവിടെ സെർച്ചിൽ കൊണ്ടിട്ടാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പിന്നീട് ആവശ്യത്തിന്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ അപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ SSCയുടെ പോർട്ടലിലേക്കാണ് വരിക. ഇവിടെ കണ്ടോ റൈറ്റ് സൈഡ് കോർണറിൽ ലോഗിൻ ഒരു രജിസ്റ്റർ, അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ തവണ രജിസ്റ്റർ ചെയ്താൽ മതി. വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. PSC ഒക്കെ നമ്മൾ ചെയ്യില്ല, അതേപോലെ ഒരു തവണ 1 ടൈം രജിസ്ട്രേഷനാണ് SSCയിലോ UPSCയിലോ ഒക്കെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നിങ്ങൾ മുൻപ് എപ്പോഴെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും ഉണ്ടാവും, അത് വെച്ച് ലോഗിൻ ചെയ്താൽ മതി. ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഇവിടെ രജിസ്റ്റർ നൗ എന്നുള്ള ബട്ടൺ അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അടിയിൽ. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പേജ് ഇങ്ങനെ ലോഡായി വരുന്നുണ്ട്. അങ്ങനെ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ നിങ്ങൾക്ക് കാണാം 1 ടൈം രജിസ്ട്രേഷൻ ഒരു 4 കാറ്റഗറി ഇവിടെ കാണാം. 4 സ്റ്റെപ്പായിട്ട് നമുക്ക് കണക്കാക്കാം. പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നു, അത് അഡീഷണൽ ഡീറ്റെയിൽസ് നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, പിന്നെ നമ്മൾ കൺഫർമേഷൻ കാര്യങ്ങളാണ് കൊടുക്കുക.
ഓക്കെ, അതെല്ലാം ആ രീതിയിലാണ് നമ്മൾ ചെയ്തു പോകേണ്ടത്. കണ്ടിന്യൂ എന്ന് കൊടുക്കുക. അങ്ങനെ കണ്ടിന്യൂ എന്ന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ ഓരോ അതിൻ്റെ ഒരു ഫ്ലോ മാപ്പ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും, എവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത്. ആദ്യം നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കറക്റ്റ് അടുത്ത് ഇങ്ങനെ കാണാം, അടുത്ത ഏതിലേക്കാണ് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അടുത്തതിലേക്ക് വരും. അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്തിട്ട് അങ്ങനെ പോകണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആധാർ വെച്ചിട്ട് ആധാർ ഓതൻറ്റിക്കേഷൻ നിങ്ങൾ ആ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഈവൻ നമ്മുടെ എന്താ പറയുക, ഫോട്ടോഗ്രാഫോ സിഗ്നേച്ചറോ നമുക്ക് ഈ എന്തെങ്കിലും എന്താ പറയുക ക്ലാരിറ്റിയിൽ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ അപേക്ഷയെ ബാധിക്കില്ല. അപ്പോൾ അവിടെ ഡു യു ഹാവ് ആധാർ കാർഡ് എന്നുള്ള യെസ് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആധാർ നമ്പർ ഇല്ലെങ്കിൽ നോ വെച്ചിട്ടും കൊടുക്കാം. ഈ പറഞ്ഞ ഏതെങ്കിലും ഐ ഡി ഒക്കെ കൊടുത്താൽ മതി. നോ വെച്ച് കൊടുത്താലുള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഫോട്ടോയിലോ സിഗ്നേച്ചറിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമ്മുടെ അപേക്ഷ റിജക്റ്റ് ആയി പോകും. നിങ്ങൾ മാക്സിമം അവിടെ യെസ് എന്ന് വെച്ചിട്ട് അത് ഡീറ്റെയിൽസ് അങ്ങനെ കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്താൽ ഇത് പോവാണ് വേണ്ടത്. പിന്നെ ഇതിൻ്റെ ഫുള്ളായിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കമൻറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കാണിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.